നമ്മളോട് ഒരു ഇഷ്ടം പല രീതിയിലും കാണിച്ച ഒരാള് ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് എനിക്കില്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോകും. ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് നമ്മുടെ അനീഷ്. കണ്ണടച്ച് കിടക്കണ ആര്യണ്ടു. ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ കേക്കാം, ഞാനിപ്പോ ഇവിടെ നിന്ന് ഓടിപ്പോവും. ഞാൻ ബാക്കിയുള്ള കുറെ കണ്ടസ്റ്റൻസും പഠിച്ചു വന്നു എന്നാണോ അനീഷ് പറയണേ? കുറെ പേരൊക്കെ പഠിച്ചു വന്നതാണ്. ബിഗ് ബോസിൽ എത്തുമ്പോ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് ടാർഗറ്റ് ചെയ്തതാണോ? മേ ബി ആയിരിക്കും. മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണോ ബിഗ് ബോസിൽ കയറി? കേക്കണ്ടോ, പറയണോ, തന്റെ ഫാൻസ് അറിയട്ടെ. ഹലോ, വെൽക്കം ടു വൈറ്റ് ഗോൾഡ് പ്രസൻസ് സിറ്റ് അപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്ര പവർഡ് ബൈ ഗുലാബ്. It up with Lakshmi Nakshatra, next level അങ്ങനെ ബിഗ് ബോസിൽ കയറാനായിട്ട് എത്ര കോമണേഴ്സ് ഉണ്ടായിരിക്കും, മാരൊക്കെയായിരിക്കും എന്നൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം നിങ്ങൾക്ക് ടിപ്സും ട്രിക്സും എല്ലാം കൂടെ മാറിപ്പോയതാ തരാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അവിടെ നാണം കുണിങ്ങി നിൽക്കുക, കണ്ണടച്ച് നിൽക്കണത് ഞാൻ കണ്ടു. അല്ല, അങ്ങനെ തന്നെയല്ലേ പറയണ്ടേ? അപ്പൊ ഏതായാലും നമുക്ക് വിളിക്കാം ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിട്ടുള്ള നമ്മുടെ അനീഷ്. ഒരു ബിഗ് ബോസ് ഫെയിം ആയിട്ട് മാത്രമല്ല ഞാനിവിടെ ഇരുത്താൻ പോകുന്നത്. ഇതിടുമ്പോൾ എഡിറ്റർ പ്രത്യേകിച്ച് വെണ്ണില കൊമ്പിലെ രാപ്പാടി ഇന്ന് നീ ഏട്ടന്റെ ചിങ്കാരി എന്നും കൂടെ പറയണം. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇത് അനീഷിന്റെ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്, ഇത് അനീഷിന്റെ വീട്. അപ്പൊ എന്തായാലും ഞാൻ പോയി വിളിച്ചിട്ട് വരാം കേട്ടോ. കാണിച്ചു നിൽക്കാം അനീഷേ. Set it up with Lakshmi Nakshatra, next level യെസ്, അപ്പൊ ഏതായാലും സിറ്റ് അപ്പ് വിത്ത് ലക്ഷ്മിയില് എവിടെയും പൊങ്ങാത്ത ഒരാളെ, ചൂടോടുകൂടി മുങ്ങി നടന്നിരുന്ന ഒരാളെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് കൂർക്കഞ്ചേരിയിൽ നിന്നും ഒരു ഹൊയ് ഇട്ട് കഴിഞ്ഞാൽ കോടന്നൂരിലേക്ക് കേൾക്കും. ഹീസ് ഹിയർ, ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണർ അപ്പ് നമ്മുടെ അനീഷ്. ഓ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയൊരു ഇൻട്രോ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്? സത്യം പറഞ്ഞാലുണ്ടല്ലോ, അത് പലർക്കും അറിയില്ല. ഞാൻ ഷമ്മീസ് ഇട്ട് നടക്കുന്ന പ്രായത്തില് എന്നെ ഒക്കത്തെടുത്ത് ദേ കാക്ക പൂച്ച എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള എന്റെ ബാല്യകാലം. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരൊക്കെ. അതെ, ഈ പറഞ്ഞത് കുറച്ച് കൂടിയിട്ടാണെങ്കിലും ഓക്കെ, നമ്മളൊരു 18 വർഷം മുൻപ് അവസാനമായിട്ട് കണ്ടതാണ്. അതിനുശേഷം ഇപ്പൊ കാണുന്നു. ഇപ്പൊ ബിഗ് ബോസിൽ പോയി എല്ലാവരുടെയും സ്നേഹമൊക്കെ മേടിച്ച് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് കൂർക്കഞ്ചേരിയിൽ നിന്നും ഞാൻ കൊച്ചിയിലേക്ക് ഷൂട്ടിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നു. 18-ന് ശേഷം ഞങ്ങൾ കാണാൻ. അല്ലേ, 2005 മുതൽ 2008 വരെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്, ലക്ഷ്മിനെ അല്ല ഞാൻ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്, ലക്ഷ്മിയുടെ അമ്മയായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു, എനിക്ക് വില ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എന്തൊക്കെയുണ്ട് ബിഗ് ബോസ് ഫെയിം അനീഷ്? ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ 2005-ലാണ് ആദ്യമായിട്ട് കുറച്ച് ആളുകൾ അറിഞ്ഞത്. ഒരു കാര്യം കൂടി ഉണ്ട്, അതിന് മുൻപ് ഞാൻ ഒരു ചാനലിൽ വന്നിരുന്നു കേട്ടോ, അമൃത ചാനലിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അമൃത TV-യിൽ ഒരു പ്രോഗ്രാമിലൂടെയാണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ തൃശ്ശൂരത്തെ ഒരു ലോക്കൽ ചാനലില്. ഇനി അതും പറയാം നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 10-ൽ പഠിക്കുമ്പോ ഞാൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ്. ഞാൻ എല്ലാ സൺഡേസിലും ഞങ്ങൾക്ക് 100 rupees ആണ് കിട്ടുക. അതായത് ഞായറാഴ്ചകളിലെ ലോക്കൽ ചാനലിൽ ഞാൻ പാട്ടുപാടി ചോദ്യം ചോദിക്കലാണ്. ഇദ്ദേഹം അന്നും GK-യിൽ ഭയങ്കര അഗ്രഗണ്യനാണ്. ജനറൽ നോളജിന്റെ ക്വിസും ആയിട്ടായിരിക്കും ലൈവ് പ്രോഗ്രാം. അപ്പൊ ഞാൻ ഇദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കയറും. എന്നിട്ട് പിന്നെ എന്റെ അമ്മയായിട്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആങ്കർ ആയിരുന്നു അന്ന്. അതെ, എന്റെ പ്രോഗ്രാം കഴിയുമ്പോൾ 2 തൊട്ട് 3 വരെ ആയിരുന്നു എന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. അപ്പോഴേക്കും ലക്ഷ്മി കയറും. അപ്പൊ ലക്ഷ്മിയുടെ അമ്മയായിരിക്കും ഫ്രീ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അമ്മ ചോദിക്കും, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം, അടിപൊളിയല്ലേ എന്നൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. ഐശ്വര്യം കണ്ടോ ഇപ്പൊ ആരാ? അതെ, അപ്പൊ എനിക്ക് എപ്പോഴും ലക്ഷ്മി എന്ന് പറയുമ്പോ ലക്ഷ്മിയുടെ മുഖമല്ല എനിക്ക് ഓർമ്മ വരിക, അമ്മയുടെ മുഖമാണ്. നമ്മള് എന്തൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ മാറിയിരിക്കും, അമ്മ ഇവിടെ കൊണ്ടിരുത്താം. അമ്മ എവിടെ ഓക്കെ. അത് മാത്രല്ല, അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റഡി ചെയ്തതിൽ വെച്ചിട്ട് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനീഷ് എവിടെയും അപ്പിയർ ചെയ്തിട്ടില്ല. ഐ മീൻ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അനീഷിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ പോവായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം മറ്റ് ബിഗ് ബോസ് താരങ്ങളൊക്കെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു, അതുപോലെ അവരെ വ്ളോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ പറയാനുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്റർവ്യൂ കൊടുത്താൽ മതി. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വന്ന് വളവള പറയുന്ന ഒരു കാര്യത്തോട്, നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ വളവള പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതായത് നമുക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വായ മൂടി അവിടെ ഇരിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ഈ വളവള നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഇപ്പൊ സാധാരണ അനീഷ് കൊടന്നൂരല്ല, ബിഗ് ബോസ് ഫെയിം അനീഷാണ്. ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അനീഷ്? ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അല്ലല്ല, നമ്മള് ഇപ്പൊ ബിഗ് ബോസിന്റെ ഓഡീഷൻ ടൈമിലൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ബിഗ് ബോസിൽ പോകുമ്പോ അനീഷ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അങ്ങനെയല്ല, എന്താണ് ബിഗ് ബോസിന് ശേഷം അനീഷിന് ഈ ഷോയിൽ നിന്ന് എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മലയാളികളുടെ ഇടയിൽ ഫെയിം കിട്ടണം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ആളുകൾ എന്നെ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോണത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ജോലിയായിരുന്നു ചെയ്തു വന്നിരുന്നത്? ഒരുപാട് കാര്യങ്ങളിലൂടെ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാങ്കിൽ ഒരു 11 വർഷത്തോളം വർക്ക് ചെയ്തു, മാനേജർ ആയിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് സർവീസിലെത്തി. അവിടെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റാ. ഞാൻ ഓൺലൈൻ മീഡിയാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അതെ, കറക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ 5 വർഷത്തെ ലീവ് എടുത്തിട്ടാണ് ആദ്യം ഞാൻ പുസ്തകം എഴുതി, ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ പ്ലാറ്റ്ഫോമിൽ എത്തി. ഈ ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? എത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും കണ്ടിട്ടുണ്ട്. എല്ലാ സീസണും എന്നല്ല, ചെറുതായിട്ടൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഞാൻ സ്വയമേ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിനോട് നമുക്ക് ഭയങ്കര പാഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതെ, നമ്മൾ അവിടെ എത്തും എന്നുള്ളതാണ്. അത് എന്റെ കാര്യത്തിൽ സത്യമാണ്. ബിഗ് ബോസ് അഗ്നിപരീക്ഷ വരികയാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. ഒരു പക്ഷേ ഇത്തവണ കോമഡേഴ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടിയാണ് വരുന്നത്. അത് പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളിൽ കൂടുതൽ കോമണേഴ്സ് വേണം എന്ന് വാദിച്ച ഒരാളാണ്. മിനിമം 5 കോമണേഴ്സ് എങ്കിലും വേണം എന്ന് പറഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്ത ആളാണ്. ഇപ്പോ ബിഗ് ബോസിൽ 5 6 7 എനിക്കറിയില്ല എത്ര പേരുണ്ടെന്ന്, പക്ഷെ കോമണേഴ്സ് നിറയെ വരാൻ പോകുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്നാ കോമണേഴ്സ് ഇതാ കേട്ടോളൂ. അനീഷിന്റെ ബിഗ് ബോസ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ബിഗ് ബോസിനുള്ളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അവിടെ നിന്ന് പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ശരിക്കും എല്ലാവർക്കും അച്ഛനും അമ്മയും കാണും, ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയും കുടിക്കണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അനീഷിനപ്പോ ഈ 101ാമത്തെ ദിവസം ഇറങ്ങുമ്പോ വിഷമായിരുന്നു? ഞാൻ അവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 200 500 ദിവസമാണെങ്കിലും ഞാൻ അവിടെ കംഫർട്ടബിൾ ആണ്. അതിന് ഒരു കാരണമുണ്ട്. ഇപ്പോ ഞാൻ പോകുന്നതിന് മുൻപ് എൻ്റെ വീട്ടില് ഒരു AC അങ്ങനെയൊന്നുമില്ല, ഒരു നോർമൽ ഫാനുള്ള ഒരു റൂം അങ്ങനെയൊക്കെ ആയിരുന്നു. ബിഗ് ബോസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്പേസ്, ലക്ഷറിയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പം നമുക്ക് ഒരു ഹീറ്റ് വേവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആ കാര്യത്തിലും കംഫർട്ടബിൾ ആണ്. പിന്നെ ആകെ കൂടിയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫുഡാണ്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണവും അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് കിട്ടില്ല, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ജീവൻ നിലനിർത്താനും നമ്മുടെ ഒരു തടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് പോരണം എന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ ലക്ഷ്മി? വല്ല അർത്ഥമുണ്ടോ? അനീഷിനെ വോട്ട് ചെയ്തവര് അവിടെ തന്നെ നിലനിർത്തി, വോട്ട് ചെയ്യാത്തവരോട് ചോദിക്കുകയാണ്, ഞാൻ അവിടെ നിൽക്കാൻ ഏബിൾ ആയിരുന്നു അല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവര്, എനിക്ക് തോന്നുന്നു എന്നെ സ്നേഹിക്കുന്നവരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അവരോടൊക്കെ ഞാൻ എപ്പോഴും നന്ദിയും കടപ്പാടൊക്കെ ഉള്ള ആള് തന്നെയായിരിക്കും. ഒന്നില്ലെങ്കിൽ എന്നെ ഇവിടെയും വരെ എത്തിച്ചത് അവരല്ലേ. അപ്പൊ അവരെ മറന്നിട്ടുള്ള യാതൊരു കാര്യങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പം അനീഷിന്റെ ഫാമിലി എന്ന് പറഞ്ഞു, ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മിഡിൽ ക്ലാസ് വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ലക്ഷൂറിയസ് ഒരു ആംബിയൻസ് കിട്ടിയെന്ന് പറഞ്ഞു. അച്ഛൻ അമ്മ, ഇപ്പൊ അച്ഛൻ ഈ അടുത്ത് അല്ലേ, ഒന്ന് ഫാമിലിയെ പറ്റി ഒന്ന് പറയോ? എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ, അമ്മച്ചി, എനിക്കൊരു അനിയനാണുള്ളത്. ഇത്രയും നാള് ഞാൻ ഇല്ല, അവൻ സ്പോർട്സ് പേഴ്സൺ ആണ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു മാസം മുൻപാണ് എൻ്റെ ഫാദർ മരിച്ചു പോയത്. അപ്പൊ അതില്
പെട്ടെന്നായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നു. ഈ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് ഇങ്ങനെ കയറുന്നു, ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നു, അതിനുശേഷം പിന്നാലെ അനുക്കുട്ടി കാലെടുത്ത് വെക്കുന്നു. അപ്പോ ഈ തിരിഞ്ഞു നിന്നിട്ട് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ആരാ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു സ്ട്രാറ്റജി ആയിരുന്നു? സത്യം പറയണം, അനുവിനെ അറിയേയില്ലായിരുന്നോ? അനു ആകെ പ്ലിങ്ങായി പോയി, ചമ്മിപ്പോയി. അല്ല, അത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മള് റിയൽ ലൈഫില് ഇപ്പൊ ഞാൻ ടി വിയിലൂടെ ഒക്കെ കണ്ടിരിക്കുന്ന ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് തോന്നി നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഷോയില് എൻട്രി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് വേറൊരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ലക്ഷ്മി എന്റെ അടുത്തിരിക്കുമ്പോഴും അതല്ല, ലക്ഷ്മി ഇപ്പൊ അടുത്തിരിക്കുമ്പോൾ ലക്ഷ്മി ഇപ്പം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുമ്പോ ചിലപ്പോ നമുക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായി ഞാൻ പറയുന്നതിന്റെ ട്രൂ സെൻസ് ലക്ഷ്മിക്ക് മനസ്സിലായാവോ? ഊഹിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് ഞാൻ അനുമോളെ കാണുമ്പോ ഭയങ്കര ഓവർ മേക്കപ്പ് ആയിരുന്നു, ഇതിനേക്കാൾ കൂടുതലാണ്. ഓ പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരാണ്, എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അല്ലല്ല, ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല അല്ലേ? ബാക്കിയുള്ളൊരു കമ്മിറ്റി ഒരു തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല, അവിടെ നിന്ന് അപ്രൂവ് ചെയ്തു. എനിക്ക് വേറൊരു കാര്യം, ഈ എപ്പോഴും അതായത് ഒറ്റയാൾ പട്ടാളമായിട്ടാണ് അനീഷിനെ കണ്ടിട്ടുള്ളത്. അതായത് ലൈക്ക് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തപ്പോഴാണെങ്കിലും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴാണെങ്കിലും എല്ലാം ഒരു ഒറ്റപ്പൂരാടം, എന്നെ ഒറ്റപ്പൂരാടം എന്ന് വിളിക്കുക, കാരണം ഞാൻ ഒറ്റക്കുട്ടിയാണല്ലോ. അങ്ങനെ കൂട്ടുകൂടാൻ ഒരു ഇത്തിരി വിമിഷ്ടം ശരിക്കുള്ള അനീഷ് എങ്ങനെയാ? പക്ഷെ എനിക്കറിയണ അനീഷ് അങ്ങനെ സ്ത്രീ വിരോധിയോ അങ്ങനെ ഒന്നുമല്ല. മനസ്സിൽ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടാണോ ബിഗ് ബോസിൽ കയറിയത്? അല്ലല്ല, അതെ, അല്ല 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 കണ്ണടച്ച് കിടക്കണ ആരുണ്ടു. അതെന്താന്ന് വെച്ചാൽ സ്ത്രീ വിരോധിയാണെന്ന് പറയുന്നതിനോട് ഞാനത് കേട്ടപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ചുറ്റുമുള്ള സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോടെയും പക്വതയോടും കൂടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആ ഒരു നരേഷൻ എങ്ങനെ ഉണ്ടായിപ്പോയി എന്നുള്ളതും എനിക്കറിയില്ല. ലക്ഷ്മി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മിക്ക് എന്നെ പരിചയമുണ്ട്. എന്റെ 15ാം വയസ്സിൽ ഞാൻ അനീഷിനെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അന്ന് അതായത് ഇദ്ദേഹം ബിഗ് ബോസിൽ വന്നപ്പോൾ ഞാൻ വിചാരിക്കണം ഓക്കെ ഒരു സ്ട്രാറ്റജി പ്ലാൻ ആയിട്ടാണ്. കാരണം ഒരാളോടും മിണ്ടില്ല, ഇവിടെ ഒരു 10 പേരിരിക്കുന്നുണ്ടെങ്കിൽ പോയി അപ്പുറത്തിരിക്കും, കൂട്ടത്തിൽ കൂടാത്തൊരു മനുഷ്യൻ. പക്ഷെ ഞാൻ അറിയണ അനീഷ് പെൺകുട്ടികളോട് നന്നായിട്ട് സംസാരിക്കും, അമ്മമാരോട് കൂടുതലും. അല്ലേ, അതെങ്ങനെ അറിയാ? അല്ലെ, പെൺകുട്ടികളോട് അങ്ങനെ അത്യാവശ്യമൊക്കെ സംസാരിക്കും. അതായത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയാൽ മാത്രമാണ് സംസാരിക്കാറ്. ഇപ്പൊ ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും കൂടെ ആ ഷോയ്ക്ക് വരുന്നു, അപ്പോഴും ഞാൻ ലക്ഷ്മിയോട് സംസാരിച്ചിട്ടില്ല, ലക്ഷ്മിയുടെ അമ്മയോടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ബഹുമാനത്തോടെയും പക്വതയോട് കൂടിയിട്ടാണ് പെരുമാറുക എന്നുള്ളത്. അപ്പൊ ലക്ഷ്മിയുടെ അമ്മ വരുമ്പോ വളരെ നല്ല രീതിയിൽ എന്നോട് അപ്പൊ അതെ, ബിഗ് ബോസിൽ എത്തുമ്പോ ഒരു സ്ത്രീ വിരോധിയായിട്ട് എന്നെ ചിത്രീകരിച്ചോ എന്നുള്ളത് ടാർഗറ്റ് ചെയ്തതാണോ? മേ ബി ആയിരിക്കാം, എനിക്കറിയില്ല. മറ്റ് കണ്ടസ്റ്റൻസ് എന്നെ അങ്ങനെ ആക്കി തീർത്തതായിരിക്കാം. പക്ഷെ ജെനുവൻലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഞാൻ സ്ത്രീകളോട് ഏറ്റവും ബഹുമാനത്തോട് റെസ്പെക്ട് ചെയ്ത് പെരുമാറുന്ന ഒരാളാണ്. സ്ത്രീ വിരോധി എന്നുള്ള കാര്യം മാറി നിൽക്കട്ടെ, പക്ഷെ എന്നാലും എന്തീ കൂട്ടത്തിൽ കൂടാണ്ട് ഒറ്റക്കുട്ടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്? ഗ്യാങ്ങിലൊന്നും പോയി പെടാഞ്ഞത് എന്താ? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതറിയോ ലക്ഷ്മിക്ക്? എനിക്കൊന്ന് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സംസാരിക്കുന്നു, നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അല്ല അല്ല, നമ്മൾ ജസ്റ്റ് അല്ല, നമ്മൾ ആക്ച്വലി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്സ് ആണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ചില ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോ കാണുമ്പോ ചിരിക്കുന്നു, സ്പെഷ്യലി മീഡിയ ഫീൽഡിൽ കാണുമ്പോ കെട്ടിപ്പിടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്ഷിപ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് എന്റെ ഇമോഷൻസ് മുഴുവൻ തുറന്നു പറയാൻ പറ്റുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ വളരെ ചൂസി ആയിട്ടും സെലക്റ്റീവ് ആയിട്ടും മാത്രമേ ഞാൻ കണ്ടെത്താറുള്ളൂ. അല്ലെങ്കിൽ അവരോട് ബിഗ് ബോസിൽ അങ്ങനെ കണ്ടുള്ളൂ.
ആ അപ്പൊ കിട്ടി? ഞാൻ പെട്ടെന്ന് അവിടെ കയറി ചെല്ലുമ്പോ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആവാനായിട്ട് എനിക്ക് പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് അവരാരും അറിയില്ലായിരുന്നു. പിന്നെ 100 ദിവസം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫേസിനല്ലേ കാണുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻ മാത്രമാണോ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ്? ബെസ്റ്റ് ഫ്രണ്ട്. യെസ്. ബാക്കി എല്ലാവരുമായിട്ട് ഇപ്പൊ നമ്മൾ കാണുമ്പോ, നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കാണുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ ഒക്കെ തീർച്ചയായിട്ടും അവരായിട്ടുള്ള ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ പോകുന്നു. ഈ അതുപോലെ ഇപ്പൊ നേരത്തെ ഞങ്ങൾ തമ്മിലൊരു വാക്തർക്കം ഉണ്ടാവണ പോലെ കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു. ഒന്ന് കേക്കട്ടെ? അത് ഞാൻ പറയില്ല, പറയൂല. ശരി, വേണ്ട. ഈ കണ്ണടച്ച് കിടക്കണ ഇനി പറയേ വേണ്ട, എല്ലാവരും കണ്ടതാ. ശരിക്കും പുറത്തിറങ്ങിയതിന് ശേഷം അത് ട്രോൾസ് ആയിട്ടും അതുപോലെ തന്നെ ഇത്രയും ഈ ഡയലോഗ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടാവുമെന്ന് തോന്നിയിരുന്നോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പാട്ടായിട്ട് വന്നു അല്ലേ, ഒരു മ്യൂസിക്കായി. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം മുൻപത്തെ സീസണുകളൊക്കെ കാണുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വർത്താനം പറയുന്നതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ വൈറലാകുമ്പോൾ നമുക്ക് അത് വൈറലായി. ചിലപ്പോഴൊക്കെ ഞാനും അത് റീൽസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇത്രയും ആളുകൾ ആഘോഷിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കല്ലാണ്ട് പിന്നെ അതൊരു സന്തോഷമാണ്. അത് കൂടാതെ പല മിമിക്രി താരങ്ങളും എൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു. അതൊക്കെ ഒരു സിനിമാ നടന് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ആ അംഗീകാരവും ബഹുമതിയും ഒക്കെ എനിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഐ എം ബ്ലസ്ഡ്, വെരി മച്ച് ബ്ലസ്ഡ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ നടൻ എന്ന് പറഞ്ഞ പോലെ ഈ കോടന്നൂർ അനീഷിൽ നിന്നും ഇപ്പൊ ശരിക്കും ഈ ബിഗ് ബോസ് അനീഷിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലൈക്ക് ഓൾ ടോട്ടൽ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നണേ? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബാലൻസ് വന്നു. അത്യാവശ്യത്തിന് നമുക്ക് ഒരു ലൈഫ് സെറ്റിൽ ആവാൻ പാകത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സത്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവുക ചെയ്തത്. കാരണം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് ലൈക്ക് റോയ് സാർ വന്ന് 10 lakhs അല്ലേ, 10 lakhs അതും എടുത്തു പറയണം. അനീഷ് അറിയുന്നതിന് മുമ്പ് അത് വിളിച്ച് അനീഷിനോട് പറഞ്ഞത് ഞാനാ. അനീഷിന് 10 lakhsന്റെ ഒരു ചെക്ക് വരുന്നുണ്ടത്. കാരണം റോയ് സാറിന്റെ സ്വന്തം ബ്രദറാണ് ബാബു സാർ, വൈറ്റ് ഗോൾഡ് നമ്മുടെ മെയിൻ സ്പോൺസർ. അപ്പൊ ബാബു സാറാണ് ഫസ്റ്റ് എന്നെ വിളിച്ചത്, പറയണേ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോഴേക്കുമാണ് അനീഷിനെ ഞാൻ വിളിച്ച് പറഞ്ഞു ദ വെരി നെക്സ്റ്റ് കോൾ ലൈക്ക് ഏഷ്യനെറ്റ് ഒഫീഷ്യലി കോള് വരികയായിരുന്നു. ഇത്തവണ വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ സ്പോൺസർ ചെയ്യുന്നത്. 3 സ്റ്റേറ്റ്സിലായിട്ടാണ് ചെയ്യുന്നത്. അറിയാം, തീർച്ചയായിട്ടും അറിയാം. ഈ കാര്യത്തില് ഇപ്പൊ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ കോള് വരുമ്പോൾ, റോയ് സാറിന്റെ കോള് വരുമ്പോൾ റോയ് സാർ എന്നോട് പറയുന്നത് അനീഷിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അനീഷ് ഞാനും ഒരു സാധാരണക്കാരനാണ്, അനീഷിന് ഈ ഒരു ചെക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അത് കൂടാതെ ജനങ്ങളുടെ മനസ്സിൽ അനീഷാണ് വിന്നർ എന്നുകൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പീപ്പിൾസ് വിന്നർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു നിമിഷം ഇപ്പോഴും ഒരു കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ്. ഹെലികോപ്റ്ററിൽ അതൊക്കെ തരുന്നു. അപ്പൊ അക്കൗണ്ട് ബാലൻസ് നന്നായിട്ട് കൂടി. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അതുപോലെ തന്നെ ആളുകളുടെ ഒരു ഇഷ്ടം, സ്നേഹം, ആദരവ് ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ്. അതൊക്കെ ഒരു ഭാഗ്യം. അത് കൂടാതെ എൻ്റെ ജീവിതത്തിൽ മഹത്തായൊരു കാര്യം സംഭവിച്ചത്, മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മോസ്റ്റ് പോപ്പുലർ മലയാളി ഓഫ് ദ ഇയർ 2025 എന്ന് പറയുന്ന കാര്യം കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രഷർ, നിധി കിട്ടിയ പോലെയാണ്. അത് കൂടാതെ ആ ഒരു ഫംഗ്ഷന് എൻ്റെ ഫാദറിനെയും എൻ്റെ മദറിനെയും എൻ്റെ അനിയനെയും ഗസ്റ്റുകളായിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റി എന്ന് പറയുന്നത് ഞാൻ പ്രിവിലേജ്ഡ് ആയി അത്രയും. പിന്നെ ഒരുപാട് അവാർഡുകൾ എന്നെ തേടി വന്നു. പക്ഷെ ഈ ഒരു അവാർഡ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന്, പിണറായി സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തുട്ട ഗടിയ നമുക്ക് വേണ്ട. അപ്പോ ശരിക്കും എനിക്ക് അനീഷിന്റെ ആ ഒരു പോക്കും ആ ബിഗ് ബോസിൽ എൻ്റർ ചെയ്തപ്പോഴൊക്കെ അനീഷ് ഉറപ്പിച്ചിരുന്നു, മാനിഫെസ്റ്റ് ചെയ്തിരുന്നു ഞാൻ 100 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ? തീർച്ചയായിട്ടും എന്റെ മനസ്സിലൊരു എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ
പോകുമ്പോഴാ ലക്ഷ്യം 100 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തപ്പോ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും പൈസ ചെലവാക്കാനായിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ഇപ്പൊ നമുക്ക് അനുവിനെയൊക്കെ പേഴ്സണലി അറിയുന്നത് കൊണ്ട് ഇത്തവണത്തെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ 100 ഡേയ്സിന് പാക്ക് ചെയ്യണം, അങ്ങനെ എല്ലാവരുടെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ അതിന് മാത്രമുള്ള ഒരു പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 5 വർഷമായിട്ട് അപ്പം നമുക്ക് ഒരു ജോലി ഇല്ലാതെ ലീവായിട്ട് അപ്പം അനീഷ് അല്ലല്ല 5 വർഷമല്ല, ഇപ്പൊ 2 വർഷം ആയിട്ട് ലീവ് ഉള്ളൂ. അപ്പൊ ആ 2 വർഷക്കാലം നമ്മൾക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പൊ നമ്മള് മുന്നുണ്ടാക്കിയ പൈസയിൽ നിന്ന് കുറച്ച് മാസം, ഈ മാസം ഇത്രേ ബഡ്ജറ്റിൽ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മളൊരു ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഹോട്ടലിൽ പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ എൻജോയ്മെന്റ് വളരെ വളരെ ലിമിറ്റഡ് ആക്കി. എന്നാ ഇപ്പോ ബന്ധുക്കളുടെ ഫംഗ്ഷൻ ഒക്കെ പോകേണ്ടി വരും, അപ്പോഴൊക്കെ നമ്മൾ രാജകീയമായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എങ്കിൽ കൂടെ നമ്മളിപ്പോ അനാവശ്യ ചെലവുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഈ മാസം ഇത്ര ബഡ്ജറ്റേ പാടുള്ളൂ, അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മൊത്തം വീട്ടിലാണോ സെൽഫ് ആയിട്ടാണോ? മൊത്തം വീട്ടില്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനാണല്ലോ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ 100 ദിവസത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു 50 ദിവസത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത്, അതും അത്ര വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമല്ല. എനിക്ക് ഒരു കൊളാബും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് കൊളാബ് ഉണ്ടായിരുന്നു. അതെ. അപ്പൊ എന്റെ വളരെ ചീപ്പ് ക്വാളിറ്റി ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം, സൂപ്പർ ആയിരുന്നു. അത്രയും വലിയൊരു അതെ അതെ. ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ബിഗ് ബോസ് അറിഞ്ഞാണോന്ന് എനിക്കറിയില്ല, ആദ്യത്തെ 3 ആഴ്ച ഞങ്ങൾക്ക് 2 ജോഡി ഡ്രസ്സായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഞാന് 2 ദിവസം 2 ജോഡി ഡ്രസ്സ് തരുള്ളൂ. അപ്പൊ അത് അന്ന് തന്നെ കഴുകി പിറ്റേ ദിവസം ഇടണം. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ അതെ. അപ്പോഴും ഈ 100 ദിവസം മനസ്സിലുണ്ടോ? വീട്ടിൽ എന്തും പറഞ്ഞ പോന്നെ? വീട്ടില് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് സപ്പോർട്ട് കുറച്ച് കുറവായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ അവർക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ആശങ്കകൾ ഉണ്ടായിരുന്നു. നീ എന്ത് ചെയ്യും എന്ന് എന്റെ ഫാദർ ആയാലും മദർ ആയാലും എന്റെ അനിയനായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ലോക്കൽ ചാനലിൽ കണ്ടിട്ടുണ്ട്, ഇതങ്ങനെയല്ല, സാറ്റലൈറ്റാ. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ആഗ്രഹത്തിന് ഒരിക്കലും അവര് നോ പറയൂല. അവർക്കുള്ള ആശങ്ക എന്നോട് പറഞ്ഞു, അനീഷ് സൂക്ഷിക്കണം, ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും എന്റെ ആഗ്രഹമാണ്, ഈ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അല്ലെ ലക്ഷ്മി? അല്ലെ, ഒരേ ഒരു ലൈഫേ നമുക്കുള്ളൂ. ആ ലൈഫിൽ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ ചെയ്യണം. അതിന് ആദ്യം സെൽഫ് ലവില് നമ്മൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ വേറൊരാൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് പോകണം, ഞാൻ എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പൊ അവര് ഓഫ് കോഴ്സ് പോയിക്കോ മോനേന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവസാനം നമ്മള് വിജയശ്രീലാളിതനായിട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു എന്ന് തന്നെ പറയണം. ഈ ബിഗ് ബോസിന്റെ മീൻസ് ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സിൽ എന്താ തോന്നിയിരുന്നത്? പബ്ലിക് റിയാക്ഷൻ എന്തായിരിക്കും, പുറത്ത് എന്താ നടക്കണെന്ന് ജസ്റ്റ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ലേ? എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. ഞാൻ നിക്കും ലൈക് എനിക്ക് ഹേറ്റഡ് ഇപ്പുറത്ത് വരുന്നുണ്ടാവോ, ഇപ്പുറത്ത് രേണു ചേച്ചിയായിട്ട് തല്ലുകൂടുന്നു, അനുവായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു, ആദിലനൂറായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു. അപ്പം മൊത്തത്തിലൊരു ഉന്തും തള്ളു ആവുമ്പോ എന്നെ പറ്റി ആൾക്കാർ എന്തായിരിക്കും അവിടെ വിചാരിക്കണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കൺസേൺ ഉണ്ടായിരുന്നോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാ അനീഷ് എന്ന് പറയുന്ന വ്യക്തി, ഈ ഒരു ഷോനെ കുറിച്ച് എനിക്കറിയാം. ഈ ഷോയില് പഠിച്ചിട്ടൊന്നുമല്ല അല്ല ലക്ഷ്മി, അറിയാം. പഠിച്ചു പോകുന്നതും അറിയാവുന്നതും രണ്ടും രണ്ടാണ് അല്ലേ ലക്ഷ്മി? അല്ല ലക്ഷ്മി ഇവിടെ ഉണ്ടോന്ന് അറിയണ്ട. അപ്പം നമ്മള് അറിയാമോ ഈ ഷോനെ കുറിച്ച്? അപ്പൊ ആ ഷോയില് പോയിട്ട് നമ്മൾ ഒരുപാട് അഭിനയിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്ത് ഇമോഷൻസ് ആണോ വരുന്നത് ആ ഇമോഷൻസ് തീർച്ചയായിട്ടും നമ്മള് എക്സ്പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പഠിച്ചു വന്നു എന്ന് പറയാൻ ബാക്കിയുള്ള കുറെ കണ്ടസ്റ്റൻസും പഠിച്ചു വന്നു എന്നാണോ അനീഷ് പറയണേ? കുറെ പേരൊക്കെ പഠിച്ചു വന്നതാണ്. അത് മാത്രല്ല, ഞാൻ മാത്രമായിരുന്നു ഈ സീസണിൽ ഒരു കോമണർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണ് ഈ ക്യാമറയുടെ പൊസിഷൻ. ഇപ്പൊ തന്നെ ലക്ഷ്മി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ എവിടെയാണ് ക്യാമറ അത് ചോദിച്ചു ഇല്ലേ? ഞാൻ പറഞ്ഞേ നമ്മള് 100 ക്യാമറ എന്നുള്ള വലിയ പടമല്ല, ഇത് ലോ ബഡ്ജറ്റ് പടം. അപ്പൊ എവിടേക്ക് ലുക്ക് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് ലക്ഷ്മിയോട് ഞാൻ ചോദിച്ചത്, ഇവിടെ ഇരിക്കുന്ന ക്യാമറ ആളുകളോട് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്.
അതിനേക്കാൾ 1,00,000 മടങ്ങായിരുന്നു എനിക്ക് ബിഗ് ബോസിൽ എത്തുമ്പോൾ. എവിടെയാണ് ക്യാമറ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയുള്ള പല കണ്ടസ്റ്റൻസ് ഒന്നും അല്ല, ഒരുപാട് കണ്ടസ്റ്റൻസ് എല്ലാവരും എല്ലാവർക്കും ക്യാമറയുടെ പൊസിഷനും എവിടെ നോക്കി വർത്താനം പറയണം, എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അവരെ എല്ലാവരെയും നമ്മൾ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. അവരിൽ ഒരാളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ എത്ര സെലിബ്രിറ്റികൾ ഉണ്ടായിരിക്കും? അപ്പൊ അതിനെ പൊതുജനായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല, മനസ്സിലായോ? അതേസമയം കോമണർ ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്കത് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ 100 ദിവസത്തില് പുറത്തിറങ്ങുന്നതിന് മുമ്പ് കേട്ടോ, ഈ 99 ദിവസം വരെ, 100th ഡേ ഞാൻ ചോദിച്ചിട്ടില്ല അതുവരെ, ഈ 99 ദിവസത്തിൽ ഏറ്റവും അധികം ഹേർട്ടായ അല്ലെങ്കിൽ വിഷമിച്ചൊരു മൊമെന്റ് ഏതാ? ഒന്നുമില്ല ലക്ഷ്മി എന്നുള്ള ഉത്തരം എനിക്ക് കേൾക്കണ്ട. ഇതിപ്പോ ഭയങ്കര ക്വസ്റ്റ്യൻ ആയല്ലോ. പറഞ്ഞല്ലോ. അങ്ങനെ ഒരു വിഷമം എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ പറയാം. 2-3 ഇൻസിഡൻസ് ഉണ്ട്. അതില് ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഷാനവാസായിട്ട് അടി കൂടുമ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടായിട്ട് കണക്കാക്കുന്ന ഒരാളോട് കൂടെ നമുക്കൊരു ഫൈറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പെയിൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരു പെയിൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പേരൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മളോട് ഒരു ഇഷ്ടം തുറന്ന് അല്ലെങ്കിൽ പല രീതിയിലും കാണിച്ച ഒരാള് ആ ഇഷ്ടം യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിരുന്നില്ല, ഫേക്ക് ആയിട്ടുള്ള ഇഷ്ടമായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു വിഷമല്ല, ഒരു ഇത് തോന്നും. കാരണം ഇത്രമാത്രം ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത ആളുകളാണോ എന്ന് തോന്നിപ്പോവും. അത്രേ ഉള്ളൂ. ശരിക്കും ഈ ഫുൾ എപ്പിസോഡ്സ് അനീഷ് വന്നപ്പോ കണ്ടിരുന്നു? ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഇപ്പം പറഞ്ഞില്ലേ ഒരാളൊരു ഇഷ്ടം എക്സ്പ്രസ് ചെയ്തിരുന്നു എന്നൊക്കെ, അപ്പൊ അത് ലൈക് ബിഹൈൻഡ് ദ സീൻ ആയിരുന്നോ, അല്ലെങ്കിൽ അനീഷിന് സൂചനകൾ തന്നിരുന്നോ അനീഷിന് ഇഷ്ടമാണെന്നുള്ളത്? ഞാൻ ശരിക്കും അത് ചോദിക്കാൻ വന്നിരുന്നതാണ്. അനീഷിന്റെ ലൈക് ദ അതർ പേഴ്സണോടുള്ള ആ ഒരു ഇഷ്ടം അതൊരു ലവ് സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് എനിക്ക് ചോദിക്കണം. ഒരിക്കലും അല്ല. അതായത് എനിക്ക് അതിനു മുൻപ് ഒരു 3-4 ആഴ്ചകൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് തന്നുകൊണ്ടേയിരുന്നു. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് അതില് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഞാൻ അതാണ് പറയുന്നത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് എന്താണ് മേ ബി അതാ പറഞ്ഞ, എനിക്ക് ഇപ്പോഴും സെലിബ്രിറ്റികളെ കുറച്ച് പേടിയാണ്. കാരണം ഇവരുടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സെലിബ്രിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഫേക്കാണ്. ഞാൻ ലക്ഷ്മിയോട് തുറന്നു പറയണേല് വിഷമം വിചാരിക്കുന്നത് കുറെ സെലിബ്രിറ്റികൾ ഫേക്ക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഫേക്ക് ആയിട്ട് അനീഷിന്റെ അടുത്ത് ഒരു പ്രണയം നടിച്ചു എന്നാണ് അനീഷ് പറയണേ? മേ ബി ആയിരിക്കാം. 3 വീക്സ് അനീഷ് അത് വിശ്വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞേ? അത് ആ ഒരു വീഡിയോ കൂടെ ഒക്കെ നിങ്ങൾ കണ്ടിരിക്കും. അങ്ങനെയല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു നിമിഷം അവിടെ ലൈൻ കട്ട്. ഇനി ഒരു കാരണവശാലും ആ ഒരു പേഴ്സണായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല. ലൈൻ കട്ട് അവിടെ വെച്ചിട്ട്. അപ്പൊ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലയില് ലൈക്ക് എടവും വലവും നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോ അപ്പൊ പോലും നിങ്ങൾ തമ്മിൽ മിണ്ടില്ല? അങ്ങനെയല്ല. ഇപ്പൊ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ ഇപ്പൊ അതിനുശേഷം മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. അതുക്കപ്പുറം അതായത് പേഴ്സണൽ ദർ ഈസ് നോ പേഴ്സണൽ. പ്രൊഫഷണൽ ഉണ്ട്, അതർവൈസ് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള യാതൊരു എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വെക്കാനായിട്ട് തീരെ താല്പര്യമില്ല. നമ്മള് 99th ഡേ വരെ നമ്മള് സംസാരിച്ചു. നമ്മൾ ഇനി 100th ഡേയിലേക്ക് കിടക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ.
അന്ന് അതായത് തലേ ദിവസം നിങ്ങൾ എല്ലാവരും ലൈക്ക് കംപ്ലീറ്റ് ഗ്രൂമിങ് ചെയ്യുന്നു, പെഡിക്യൂർ ചെയ്യുന്നു, മാനിക്യൂർ ചെയ്യുന്നു, ഡൈ അടിക്കുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, ഇതെല്ലാം കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് എന്ത്? ഞാൻ വിന്നറാവും എന്നാണ് പറഞ്ഞിരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാലോ. തീർച്ചയായിട്ടും ആഗ്രഹിക്കാം നമുക്ക്. അതെ. അതിനുശേഷമുള്ള ഇൻസിഡൻസ് എന്തായിരുന്നു അനീഷ് ഫേസ് ചെയ്തു? അല്ല, അത് ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അതിനോട് അഡ്ജസ്റ്റ് ആവുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കണതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചില്ല, അപ്പോൾ അത് മൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ലൈഫിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ആ ഷോയിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് കിട്ടിക്കഴിഞ്ഞു. വരുന്ന സമയത്തും ഓൺലൈൻ മീഡിയാസിനോടൊന്നും അനീഷ് പ്രതികരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അല്ലേ? അത് ആ മനസ്സിന്റെ. ബട്ട് നാട്ടിലെത്തിയതിനു ശേഷം എന്തായിരുന്നു പീപ്പിൾസ് റിയാക്ഷൻ? ഞാനൊരു കാര്യം പറയാം, തുറന്നു പറയും. ആദ്യം തന്നെ ചെന്നൈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ചെന്നൈ എയർപോർട്ടിലേക്ക് വരുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു, അപ്പോഴാണ് കാണുന്നത്. പുറം ലോകത്ത് വരുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്നത് തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. തമിഴ് സംസാരിക്കുന്ന ആൾ, അവര് ഒരു 10-20 പേര് എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, കറക്റ്റ് അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് ആദ്യം ഒരു 2 പേരാവുന്നു, അത് കഴിഞ്ഞ് 5 പേരാവുന്നു, പിന്നെ 10 പേരാവുന്നു, 20 പേരാവുന്നു. അത് കഴിഞ്ഞ് വരുമ്പോൾ അവർ തമിഴിലാണ് എന്നോട് സംസാരിക്കുന്നത്. അതായത് അനീഷേട്ടനോട് ഭയങ്കര ഒരു ആരാധന ഉള്ള പോലെയാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാം കണ്ടിരുന്നു, അനീഷാണ് വിന്നർ ആവേണ്ടിയിരുന്നത് എന്നൊക്കെ അവർ പറയുമ്പോൾ, അവരുടെ മദർ ടങ് ആയിട്ടുള്ള തമിഴിൽ പറയുമ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോവാണ്. കാരണം അത്രയും ആളുകളിലേക്ക് എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തമിഴ് കഴിഞ്ഞു, പിന്നെ അവിടെയുള്ള മലയാളികളൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഈവൻ ചെന്നൈ എയർപോർട്ടിൽ അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ വരുന്നു, നമ്മള് കൊച്ചിൻ എയർപോർട്ടിൽ എത്തുന്നു. അത് കണ്ടതോടുകൂടെ അതെ ശരിക്കും സീൻ കോൺട്ര. നമ്മള് ഒരു വിജയ് പടങ്ങളൊക്കെ കാണില്ല, അപ്പൊ നമ്മൾ ഈ വിജയിന്റെ ഒരു എന്താ പറയാ എയർപോർട്ടിലൊക്കെ മാസ് എൻട്രി, അങ്ങനെയൊക്കെ ഒരു കാര്യം എന്റെ ലൈഫിലും സംഭവിക്കുമ്പോ ഒരു കോമണർ ആയിട്ട് അതെ അത് എത്ര ആളുകളാണ് അവിടെ തടിച്ചുകൂടിയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ CRPF ഒക്കെ വന്ന് അനീഷ ഒന്ന് വേഗം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് എന്നെ അവർ കൊണ്ടുപോയിരുന്നു. ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് പോലീസ് ആയാലും CRPF ആയാലും പെട്ടെന്നൊന്ന് പോയാൽ ഞങ്ങൾക്ക് അത്രയും നല്ലത് എന്ന് പറയുമ്പോൾ ജനങ്ങളെ എന്നോടുള്ള ഒരു സ്നേഹം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരോടുള്ള നന്ദിയും കടപ്പാടും പിന്നെ എങ്ങനെ ഞാൻ മറക്കും? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിലെത്തുന്നു. എൻ്റെ നാട് എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് അറിയാം, കോടന്നൂര് പോലുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു സ്ഥലമാണ്, അതെ, കാർഷിക ഗ്രാമമാണ്. അവിടെ ഒരു ബറ്റാലിയൻ ഒരു 10,000 ആളുകൾ വന്ന് തിങ്ങി നിറഞ്ഞ്, അതും കേരളത്തിന്റെ വിവിധ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ദൈവത്തിനോട് അതെ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഫിനാലെയുടെ സമയത്ത് ഇപ്പം ബോച്ചെ, ഇപ്പൊ എനിക്കും പേഴ്സണലി അറിയുന്നതാണ്, ബോച്ചയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് അനീഷിന്റെ ബ്രദറും എല്ലാവരും കൂടെ ലിങ്ക്ഡ് ആണ്, അനീഷിന് PR ഉണ്ട്, അങ്ങനെയൊക്കെ മറ്റു പലരും പറഞ്ഞിരുന്നു. അനീഷിന് PR ഉണ്ടായിരുന്നു? അത്രേ ഉള്ളൂ. ഞാൻ കുറച്ചധികം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അനീഷിന്റെ കല്യാണം എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് കൂടെ നമുക്ക് കേൾക്കാട്ടോ. സിനിമയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. നായകനാവാനുള്ള ഒരു മെച്യൂരിറ്റി, പക്വത എനിക്ക് എത്തിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മെച്യൂരിറ്റി കൂടിയതാണോ തന്റെ പ്രശ്നം? എന്നെ സംബന്ധിച്ച് 2 അനുമോളെ എനിക്ക് അറിയാം. With Lakshmi Nakshatra, next level